ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അമ്പൂരിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ നെയ്യാർ ഡാമിൻ്റെ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണ്. നെയ്യാർ ഡാമിൻ്റെ മുകളിലൂടെ നമ്മൾ അമ്പൂരിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളാ വന്ന ദിവസം പൊതുവേ ഒരു മഴക്കാറുള്ള ദിവസമായിരുന്നു കേട്ടോ. അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ആ മഴക്കാറിൻ്റെ ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നതേ അമ്പൂരിയിലേക്ക് പോകുന്ന വഴിയുള്ള മായം എന്ന് പറഞ്ഞൊരു കടവിലാണ് കേട്ടോ. ഈ മായം കടവ് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മായം കടവിലെ കാഴ്ചകളൊക്കെ. ഇതൊരു ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്, നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ. നമുക്ക് ആ നെയ്യാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, കൊള്ളാമോ എന്നൊക്കെ. ഇതാണ് മായങ്കടവ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ പോയതൊരു വർക്കിംഗ് ഡേയിലാണ് പോയത്. അപ്പം തിരക്ക് കുറവായിരുന്നു, എന്നാലും 2-3 ഫാമിലികൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം വരെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. കാരണം ആഴം കുറവെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ മായങ്കടവും ആ പരിസരവുമെല്ലാം. കാരണം പൊതുവെ ചുറ്റും മലകളും ആ വെള്ളവും. ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെ ഉണ്ട് ഈ മായങ്കടവും അമ്പൂരിയും ആ പരിസരവുമെല്ലാം. കാണാൻ നല്ല ഭംഗിയാണ്. അതവിടെ വരുമ്പോഴേ ആ ഒരു ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ. ഈ മായങ്കടവിലെത്തി എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് തിരുവനന്തപുരം നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററാണ് കേട്ടോ ദൂരം. അവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ പോയാൽ നമുക്ക് അമ്പൂരി പാലത്തിലേക്കും പോകാൻ പറ്റും. നമുക്കിനി നമ്മുടെ അടുത്ത കാഴ്ചകൾ കാണുന്നത് വെച്ചാൽ അമ്പൂരി പാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു നല്ല അടിപൊളി കാഴ്ച തന്നെ കേട്ടോ, ഇതുവഴിയുള്ള യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്കൂട്ടർ ഇതുവഴി പോയാൽ അടുത്തൊരു സ്കൂട്ടർ പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചെറിയ റോഡാണ്. അത് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. മലകളും ഇത്രയും പ്രകൃതി രമണീയമായൊരു സ്ഥലം അമ്പൂരിയിൽ അടിപൊളി തന്നെയാണ്. കണ്ടോ മഞ്ഞിൻ്റെ ഒരു കോട കണ്ടോ ആ മലയുടെ മുകളിൽ. ഈ അമ്പൂരിപ്പാലം പണി കഴിപ്പിച്ച 2009 കേട്ടോ. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 96 മീറ്ററാണ്. വീതി 1.8 സെൻറ്റിമീറ്ററാണ്. അതായത് കാൽനടയ്ക്ക് മാത്രമായിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇതിനപ്പുറത്ത് ഒരുപാട് ട്രൈബൽസൊക്കെ താമസിക്കുന്നുണ്ട്. അവർക്ക് അമ്പൂരിലേക്ക് വരാനുള്ള സൗകര്യത്തിനാണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. ഈ പാലം കടന്ന് വേണം നമ്മൾ ആനക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാൻ. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ പോയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു ആ ഭാഗത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാത്തത്. ശരിക്കും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഈ അമ്പൂരിയും ആ പരിസര പ്രദേശവും എല്ലാം. ഈ പാലത്തിൽ നിന്നുള്ള ഓരോ വ്യൂ കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ പാലത്തിൻ്റെ നടുവിൽ നമ്മൾ ചെന്നിട്ട് 2 സൈഡും നമ്മൾ നോക്കണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു ഫീല് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ അമ്പൂരിയിലേക്ക് വരുന്നവർ ഈ പാലം സന്ദർശിച്ചിട്ടേ പോകാവൂ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ പാലവും ആ പരിസരവും എല്ലാം. ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ ഈ പാലത്തിൽ കൂടെ ഒരു സ്കൂട്ടറും ആട്ടോയൊക്കെ വരുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളിയാണ് ആ ഒരു കാഴ്ചയൊക്കെ. ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന്. രസമുണ്ട് വാട്ടായി കാണാൻ.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമ്പൂരിയിലെ കുമ്പിച്ചൽ പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ. പുതുതായി വന്ന അമ്പൂരി കുമ്പിച്ചൽ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുമ്പിച്ചൽ പാലത്തിൽ നോക്കുമ്പോൾ കാണാൻ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിന്ന് മല, അടിപൊളിയായിട്ട് മലയും ആ ഡാമിൻ്റെ ഇതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമുക്കിവിടേക്ക് ഒന്ന് എങ്ങനെയുണ്ടെ നോക്കട്ടെ, കൊള്ളാൻ പോകുന്നത്. ഈ പാലത്തിന് മറുകരയിലായിട്ട് ഒരുപാട് ട്രൈബൽസ് താമസിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അവർ കടത്ത് വള്ളത്തെയാണ് ആശ്രയിച്ചിരുന്നത്. അവരുടെ നിരന്തരമായ ശ്രമഫലമായിട്ടാണ് ഇവിടെ ഒരു പാലം വരുന്നത്, കുമ്പിച്ചൽ പാലം. ഈ പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ശരിക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടെയാണ്. കാരണം ഈ പാലത്തിൽ വരുമ്പോഴേ ആ ഒരു ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അമ്പൂരി സന്ദർശിക്കുന്നവർക്ക് ശരിക്കും ഈ പാലം കൂടെ കാണണം, എങ്കിലേ ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം ഉടനെ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഇത് ആ പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല ചുറ്റും മലയും കണ്ടോ, എങ്ങനെയുണ്ട്? നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എൻ്റെ ഈ അമ്പൂരി യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അമ്പൂരിയിലെ മായങ്കടവും കുമ്പിച്ചൽ പാലവും അമ്പൂരി പാലവും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.